മദ്രസ അധ്യാപനത്തോടൊപ്പം മുയൽ ഫാമും പ്രാവ് വളർത്തലുമായി ഒഴിവു സമയം വിനിയോഗിക്കുകയാണ് ആരാമ്പ്രം സ്വദേശിയായ ഒരു മതപണ്ഡിതൻ. താമരശ്ശേരിയിലെ മദ്രസാധ്യാപകനായ കരിപ്പൂർ അബ്ദുൽ ജലീൽ സാദിയാണ് ഈ മേഖലയിൽ ശ്രദ്ധേയനാവുന്നത്. താമരശ്ശേരി സ്രാമ്പിക്കൽ മദ്രസയിലെ അധ്യാപകനാണ് മടവൂർ ആരാമ്പ്രം കരിപ്പൂർ അബ്ദുൽ ജലീൽ സാദി. മതപഠനത്തിൽ ബിരുദം നേടി മദ്രസ അധ്യാപനത്തിനിറങ്ങിയ ഇദ്ദേഹം ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിക്കുകയാണ്. വീടിനോട് ചേർന്നുള്ള മുയൽ ഫാമിൽ 35ഓളം ബ്രീഡിംഗ് മുയലുകളെ വളർത്തുന്നു. 5 വർഷമായി മുയൽ ഫാം നടത്തുന്നുണ്ടെങ്കിലും അധ്യാപന ജോലിക്ക് തടസ്സമാവുന്നില്ല. കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ ഫാം ആരംഭിക്കുന്നവരെത്തി വാങ്ങും. ഇറച്ചിയുടെ ആവശ്യക്കാരും ഇവിടെ എത്താറുണ്ട്. 5 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അതിൽ 35ഓളം മുയലുകളുണ്ട്, വിവിധ ഇനങ്ങളിൽപ്പെട്ട. അത് ഇറച്ചിൻ്റെ ആവശ്യക്കാർ വരുമ്പോൾ അങ്ങനെ കൊടുക്കും. അല്ലാതെ വളർത്താൻ വരുമ്പോൾ അതിന് പറ്റിയ രീതിയിൽ കൂട് നിർമ്മിച്ച് അവർക്ക് വേണ്ട യൂണിറ്റ് കൊടുക്കും. 2 ടൈമായിട്ടാണ് ഭക്ഷണം കൊടുക്കുക. രാവിലെ ഇതിനുള്ള മുയലിൻ്റെ പെല്ലറ്റോ അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ തവിട് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു തീറ്റ കൊടുക്കും. പിന്നെ ഉച്ചയുടെ ശേഷം ഒരു തവണ തീറ്റ കൊടുക്കും. മുയലുകൾക്ക് കുടിവെള്ളത്തിനായി പ്രത്യേക പൈപ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. മുയൽ ഫാമിൽ തന്നെ ലവ് ബേർഡ്സിനെയും വളർത്തുന്നുണ്ട്. 40ഓളം ലവ് ബേർഡ്സ് ആണ് കൂട്ടിലുള്ളത്. വില കൂടിയ ഇനമായ ഏർലിക്കയും ഇവിടെ വളർത്തുന്നുണ്ട്. ഏർലിക്ക ഇനത്തിൽപ്പെട്ട ജോഡിക്ക് 350 രൂപയാണ് വില ലഭിക്കുന്നത്. ജലീൽ സാദിക്ക് മികച്ച വരുമാനം നേടിക്കൊടുക്കുന്നത് പ്രാവ് വളർത്തലാണ്. 15 ഇനങ്ങളിൽപ്പെട്ട 100ഓളം പ്രാവുകളുണ്ട്. കൂട്ടത്തിൽ ജോഡിക്ക് 400 രൂപ മുതൽ 3000 രൂപ വരെ ലഭിക്കുന്ന പ്രാവുകളുമുണ്ട്. ഇവയെല്ലാം പരിപാലിക്കാൻ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് ജലീൽ സാദി പറയുന്നത്. പക്ഷികളെയും മുയലുകളെയും തേടി ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും പലരും ഇവിടെ എത്തുന്നുണ്ട്. ഇതുവഴി ലഭിക്കുന്നത് മികച്ച വരുമാനമാണെന്നും ജലീൽ പറയുന്നു. രാവിലെ മദ്രസയിൽ പോകും. ഇതിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം മദ്രസയിൽ പോകും. അതിനുശേഷം ഷോപ്പുണ്ട്. അതിന് ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പരിപാലനം, കാര്യമായിട്ടുള്ള പരിപാലനം. പിന്നെ ഒരു ദിവസം എല്ലാ കോഴി, അതുപോലെ പ്രാവ്, മുയൽ, ലവ് ബേർഡ്സ് ഇതിൽ നിന്ന് മൊത്തത്തിലൊരു 10, 250, 300 രൂപ ബാക്കിയായി കിട്ടും ശരാശരി നോക്കുമ്പോൾ. ഒഴിവു സമയം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഈ മതപണ്ഡിതൻ. ന്യൂസ് ഡെസ്ക്